ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട് ഉടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. നല്ല സ്പേഷ്യസ് ആയ മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. കാക്കനാടിന് സമീപം പള്ളിക്കര എന്ന സ്ഥലത്താണ്, പള്ളിക്കര മോറക്കാല എന്ന സ്ഥലത്താണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ മാത്രം ദൂരവും പള്ളിക്കര ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഇവിടുന്ന് തൃപ്പൂണിത്തുറയിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. മനോഹരമായ ലൊക്കേഷനിലാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഏരിയ കൂടിയാണ്. സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിരിക്കുന്നു. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. മാത്രമല്ല ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. വലിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീടിൻ്റെ നിർമ്മാണം. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഉടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്. നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് കടന്നാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായ എലവേഷൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വീടിൻ്റെ മുൻവശത്തായി വീടിൻ്റെ മുറ്റത്തായി ടൈലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. വീടിൻ്റെ സീറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. 2 വശങ്ങളിലും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈ സൈഡ് വശങ്ങളെല്ലാം അവിടെയെല്ലാം അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ മാവ്, പ്ലാവ് പോലെയുള്ള പല വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഒരു തെങ്ങെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. കിണറാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം വെള്ളം, ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയ കൂടിയാണ്. മാത്രമല്ല ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഏരിയ. ഇവിടെ എല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നമുക്ക് കാണാം. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അകത്തേക്ക് പോയാൽ നീളത്തിലുള്ള സ്പേഷ്യസ് ആയൊരു സിറ്റ് ഔട്ട് അവൈലബിൾ ആണ്. ഒരു 6-7 ചെയറുകടാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. വീടിൻ്റെ മെയിൻ ഡോറ് ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന വലിയൊരു ഹാളിലേക്കാണ്. ഡൈനിങ് പ്ലസ് ലിവിങ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണിത് നിർമ്മിച്ച് ചെറിയ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമുകളും കിച്ചണുമാണ് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. വാഷ് ബേസിൻ ഈ ഒരു ഭാഗത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ ഒരു മിററിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം കബോർഡ് വർക്കുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. കിഴക്കോട്ടാണ് ഇതിൻ്റെ ഒരു ദിക്ക് വരുന്നത്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. ഷെൽഫുകളെല്ലാം മുകളിലെല്ലാം ധാരാളമായി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയി ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ബെഡ്റൂമാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ബാത്റൂം മനോഹരമായ ബാത്റൂം, നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വീടിന് നൽകിയിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലിനായി സ്റ്റെയർ സ്റ്റീലും നൽകിയിട്ടുണ്ട്. 1 ബെഡ്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി 6 പാളികളിലുള്ള വെന്റിലേഷനാണ് ഇവിടെ, വിൻഡോകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ഓപ്പൺ ടെറസും കൂടാതെ ഒരു ബാൽക്കണിയും നമുക്ക് വീടിന് അവൈലബിൾ ആണ്.
നല്ല സ്പേഷ്യസ് നീളത്തിലുള്ള ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമുമായി നിർമ്മിച്ച ഈ വീട് 1550 സ്ക്വയർ ഫീറ്റിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.